ഞങ്ങാട്ടാ നിങ്ങൾ ഇനി നേരെ നാട്ടിലേക്കല്ലേ? നാട്ടിലേക്കല്ലേ. ഓട്ടോ ഇപ്പോൾ വരുമോ? പിന്നെ സ്റ്റാൻഡിൽ നിങ്ങൾ നേരിട്ട് ബത്തേരിക്ക് ബസ് കിട്ടും. കുമാരേട്ടനല്ലേ വരുന്നേ? എടേ മക്കളെ എന്റെ മോൻ ബൈജുവിനെ കണ്ടിന്യോ? ബൈജല്ലേ ടൗണിലേക്ക് പോയിന്? രാവിലെ എങ്ങനെ ഇറങ്ങിയതാ, കൊറേ നേരമായി. കുമാരേട്ടാ നിങ്ങളോട് ഇങ്ങനെ ഒറ്റ പുറത്തിറങ്ങി നടക്കരുത് പറഞ്ഞില്ലേ? അത് ചോദിച്ചിട്ട് എന്റെ മോനെ കാണാണ്ട് ഞാനല്ലേ തിരഞ്ഞിറങ്ങാനുള്ളൂ. ഞാനേ മൂപ്പര് ഒന്ന് വീട്ടിലേക്ക് അതാണ് നിങ്ങൾ വരി. വരുമായിരിക്കില്ലേ? വരാൻ പറയട്ടോ. പോയിക്കോളി. മോനെ ഇത് ബൈജുവിനൊന്ന് കൊടുക്കണേ. ഞാൻ കൊടുത്തോളാം. നല്ല മഴ വരുന്നുണ്ട്. മഴ കൊണ്ട് പനി പിടിച്ച് കിടന്നാലേ എനിക്ക് ബാലുവിന് പിന്നെ ആരാ ഉണ്ടാവുക? ഇല്ല നിങ്ങൾ വരി, ഞാൻ വീട്ടിലേക്ക് വരാൻ പറയട്ടോ. എന്റെ മോനെ ആപത്തൊന്നും പറ്റിയില്ലായിരിക്കില്ല. ഇല്ല ഓനെ ഞങ്ങൾ വന്നാലേ അവിടേക്ക് ആക്കി തരാം. എന്തോ ഒരു പേടിക്ക്. അല്ല മൂപ്പർക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. ആ കഥയൊന്നും പറയാത്തതല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റിലായിരുന്നു മരിച്ചു. ആ സത്യം ഉൾക്കൊള്ള ഇതുവരെ ആ പാവത്തിന് കഴിഞ്ഞില്ല. വല്ലാത്ത കഷ്ടായി പോയല്ലോ. ഇപ്പൊ മൂപ്പരും ഭാര്യ മാത്രമായിരിക്കും വീട്ടിലുണ്ടാവൂലേ? അതല്ല, മോൻ മരിച്ച ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ആ സങ്കടം സഹിക്കാൻ വയ്യാതെ മുപ്പത്തി ആത്മഹത്യ ചെയ്തു. അയ്യോ, അതിൽ തകർന്ന ഒരു മനുഷ്യനാണ്. വല്ലാത്ത ഫീലിംഗ് ആയി പോയല്ലോ. അങ്ങോട്ട് വരി. എന്താ സ്ഥിതി? ഇത് മതി, ഇതാ വേണ്ടത്. ഇപ്രാവശ്യത്തെ മലബാർ നാടക മത്സരത്തിലെ നമ്മളെ കുമാരട്ടെ 1ാം സ്ഥാനം നേടും. ഈ മികച്ച നടനും എല്ലടോ ഇതൊക്കെ അപ്പൊ അഭിനയായിരുന്നോ?